CPI-യുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടതുണ്ട് ഇല്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു CPIM. CPI-യെ അനുനയിപ്പിക്കാനും CPIM മുൻകൈയെടുക്കില്ല. പ്രതിപക്ഷ ഉപനേതാവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ലെന്നും CPIM വിലയിരുത്തുന്നു. CPI നേതാക്കളുടെ പരസ്യ പ്രതികരണത്തിലും CPIM-ന് കടുത്ത അതൃപ്തിയുണ്ട്. CPI നേതാക്കളുടെ വിമർശനത്തിനെതിരെ CPIM സംസ്ഥാന സമിതി അംഗം വി ശിവൻകുട്ടി രംഗത്തെത്തിയതും ഇതിന്റെ ഭാഗമായാണ്. CPI മുന്നണി മര്യാദ ലംഘിച്ചെന്നായിരുന്നു ശിവൻകുട്ടിയുടെ പ്രതികരണം. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പറും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ തന്നെ ആയിരുന്ന ആളാണല്ലോ. അന്നൊന്നും ഇല്ലാത്ത ഒരു തോന്നൽ ഇപ്പോൾ എങ്ങനെയാണ് CPI-ക്ക് ഉണ്ടായതെന്ന് സംബന്ധിച്ചിടത്തോളം സംശയമുണ്ട്. മുന്നണി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ പത്രങ്ങളിലൂടെയല്ല ചർച്ച ചെയ്യേണ്ടത്. പത്രങ്ങളിലൂടെ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് മറുപടി പറയേണ്ടി വരും. PMCയുടെ വിഷയത്തിലും പ്രശ്നം കൂടുതൽ വഷളാക്കിയത് CPI തന്നെയാണ്. സ്ഥാനമാനങ്ങൾക്കപ്പുറം CPIക്ക് LDF-നെ ശക്തിപ്പെടുത്തണമെന്നുള്ളൊരു നിലപാട് നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയില്ല. മുൻപും സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മന്ത്രിസഭയിൽ അംഗമാകുന്ന കാര്യത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസിനോട് ചേർന്ന് ഗവൺമെൻറ് രൂപീകരിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ CPI ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. CPI അങ്ങനെ ഒരു അധികാരം കിട്ടുന്നതിന് വേണ്ടി ആശയത്തെ മാറ്റിവെക്കുന്ന മുന്നണി മാറ്റുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. റോഷിപാൽ, എല്ലാവരും ഒരു ഓണം മൂഡിലാണ്. പക്ഷെ LDF-നകത്ത് മൂഡ് അത്ര ശരിയല്ല. ഇതിപ്പോ പിണറായി വിജയൻ കൃത്യമായ ശക്തമായ ഒരു നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അതിനെ തുടർന്ന് പോരു മുറുകുന്നു. പക്ഷേ മറ്റ് നേതാക്കൾക്കും കടുത്ത അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് CPI ഈ ഘട്ടത്തിൽ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വന്ന് ഇങ്ങനെ അതൃപ്തി വ്യക്തമാക്കുന്നതൊക്കെ മുന്നണി മര്യാദ ലംഘനമാണെന്ന് CPIM ഉറപ്പിച്ചു പറയുകയാണ്. എടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും വ്യക്തമാവുകയാണ്. റോഷ്നി, CPM നേതൃത്വം പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഒറ്റ നിലപാടാണ്. കാരണം അത് വിട്ടു നൽകാൻ കഴിയില്ല എന്ന് തന്നെയാണ്. CPIM നേരത്തെ കൈവശം വെച്ചിരുന്നതാണ് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം. അത് ഈ തവണ അത് CPIക്ക് വിട്ടുകൊടുക്കുക എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു പോലുമില്ല എന്ന സന്ദേശം അത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെ നൽകി കഴിഞ്ഞു. അതേസമയം മറുഭാഗത്ത് CPM ചർച്ചകളും പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ആ ചർച്ചയ്ക്കിടയിൽ എന്തിനാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതെന്ന് ചോദ്യമായിരുന്നു ബിനോയ് വിശ്വം ഉയർത്തിയത്. ഏതായാലും ഇനി അനുനയ നീക്കം CPM നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടാകില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. അത് പിണറായി വിജയന്റെ വാക്കുകളിലുണ്ട്. മാത്രവുമല്ല, പക്ഷേ മറുഭാഗത്ത് CPM നേതൃത്വം CPIയെ പ്രകോപിപ്പിക്കേണ്ടതില്ലെന്ന ഒരു തീരുമാനമെടുത്തതാണ്. പക്ഷേ ഇന്ന് ബിനോയ് വിശ്വ ഇതിൽ സത്യൻ മുഖേരിയുടെ ലേഖനവും സമാനമായി P പ്രസാദിന്റെ പ്രതികരണവും ഒക്കെ CPM-നെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വി ശിവൻകുട്ടി ഇങ്ങനെ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നത്. ഇനി മറ്റു നേതാക്കൾ കൂടി സമാനമായ പ്രതികരണങ്ങൾ ഏറ്റുപിടിക്കാൻ സാധ്യതയുണ്ട്. സമാന വഴികളിലൂടെ മറ്റ് നേതാക്കൾ രംഗത്തിറങ്ങി കഴിഞ്ഞാൽ ഈ കാര്യം കൂടുതൽ വഷളാവും. ഈ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റാത്ത രീതിയിൽ സങ്കീർണമാവുന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ വലിയ പൊട്ടിത്തെറിക്ക് സാധ്യതയുമുണ്ട്. LDF-ൽ ഇപ്പോൾ നിലവിലുള്ള ഒരു സംഘർഷാന്തരീക്ഷം അത് പൊട്ടിത്തെറിയിലേക്ക് എത്തുമെന്ന ആശങ്ക CPM നേതാക്കൾക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിലും ഒരു വിട്ടുവീഴ്ചയും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ട ഇല്ല എന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു. എപ്പോഴാണ് അക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഒരു കത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സ്പീക്കർക്ക് നൽകുന്നതാണ്. ആ കത്ത് എപ്പോൾ നൽകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു കത്ത് CPM നേതാവിന്റെ പേര് വെച്ച് നൽകിക്കഴിഞ്ഞാൽ CPI സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. ഏതായാലും ഇതിൽ ഇനി ഒരു ചർച്ചയുണ്ടാകില്ലെന്ന് ഉറപ്പായി. ഇനി ഏത് തരത്തിലായിരിക്കും അനുനയ നീക്കം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. CPI ആണെങ്കിൽ വഴങ്ങില്ല, CPM ആണെങ്കിൽ അനുനയത്തിനുമില്ല. അതാണ് ഒരു പൊട്ടിത്തെറിക്കുള്ള സാധ്യത. അതാണ് പൊട്ടിത്തെറി ഉണ്ടാകുമോ? CPI ഇനി സ്വീകരിക്കാൻ പോകുന്ന ഒരു നിലപാട് അത് വളരെ നിർണായകമാണ്.